നമ്മുടെ ഇപ്പോൾ ഒരു സ്ട്രാറ്റജി നടക്കുന്നുണ്ട് അതിനെ കുറിച്ചിട്ട് എന്താ പറയാനുള്ളത്? അപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഏഷ്യനെറ്റ് വരെ ഭയങ്കരമായിട്ട് ഒരു നല്ലൊരു കണ്ടന്റ് അനീഷ് ബ്രോഡ് മുഹമ്മദ് ബ്ലഷ് ചെയ്യുന്നത്. അപ്പോൾ ബിഗ് ബോസ് കഴിയാനായിട്ട് ഇനി ഒരാഴ്ചയും കൂടി കറക്റ്റ് ഉള്ളൂ അല്ലേ? എന്താണ് പറയാനുള്ളത്? നമ്മുടെ ഒരു ഫേവറേറ്റ് കണ്ടസ്റ്റന്റ് അതിലുണ്ട്. എൻ്റെ ഫേവറേറ്റ് കണ്ടസ്റ്റന്റ് എൻ്റെ ഫ്രണ്ട് അനിമോൾ ഇസ് ദേർ. ഫുൾ സപ്പോർട്ടാണ്. അനിമോൾ ജയിക്കണം എന്നാണ് ഏറ്റവും വലിയ ആഗ്രഹം. റിയൽ ആയിട്ട് തന്നെയാണ് അനിമോൾ അവിടെ നിൽക്കുന്നത് അല്ലേ? നമ്മുടെ ലൈഫിലും കമ്പയർ ചെയ്യുമ്പോൾ. അതായത് ബിഗ് ബോസ് ഹൗസ് നിങ്ങൾ കാണുന്നവരല്ലോ, കഴിഞ്ഞാൽ അവിടെ പലതരത്തിലുള്ള ഗെയിംസ് ഉണ്ടായിരിക്കും, പലതരത്തിലുള്ള ഗെയിം സ്ട്രാറ്റജീസ് ആണ് എല്ലാവർക്കും ഫേസ് ചെയ്യേണ്ടി വരാറുണ്ട്. അതനുസരിച്ച് അവർക്ക് പ്ലേ ചെയ്യേണ്ടി വരാറുണ്ട്. ഒരു ഫിസിക്കൽ ഗെയിം ആസ് വെൽ ആസ് മെന്റൽ ഗെയിം ഒക്കെ പുറത്തെടുക്കുന്ന ഒരു സ്ഥലമാണ്. രീതികളാണത്. അതെ, അവരതിനുള്ള ഒരു വിൽ പവറോട് കൂടിയായിരിക്കും അവിടെ ചെല്ലുന്നത്. എത്രത്തോളം നല്ല ഗെയിം സ്പിരിറ്റോട് കൂടി, എത്രത്തോളം ധൈര്യത്തോട് കൂടി അവിടെ പിടിച്ചു നിൽക്കുന്നുണ്ടോ, സ്മാർട്ടായിട്ട് പിടിച്ചു നിൽക്കുന്നുണ്ട്, അവരെ ജയിച്ചിട്ടുള്ളൂ. അതെ അതെ. ഇപ്പൊ കുറെ PR വർക്ക്സ് ഒക്കെ നടക്കുന്നുണ്ടല്ലോ, PR-ന്റെ കുറെ പ്രശ്നങ്ങളൊക്കെ അതെന്താ തോന്നണേ? ആ ഒരു ഇതിനെ കുറിച്ചിട്ട് എന്താ തോന്നണേ? ഒരു കാര്യം എനിക്ക് തോന്നിയ കാര്യം എന്ന് വെച്ചാൽ, ഇതിനാണ് അനുമോൾക്ക് PR-ന്റെ ആവശ്യകത. ഇപ്പൊ ഇവിടെ ഇത്രയധികം ഓൺലൈൻ ചാനൽസ് ഉണ്ട്. ഇവരൊക്കെ ഇതിന് മുൻപ് എത്രയധികം പരിപാടികൾക്ക് ഇതുപോലെ അനുമോൾ ഇതുപോലെ വന്ന് അറ്റൻഡ് ചെയ്ത് പോയ ഇനോഗ്രേഷൻ പരിപാടികൾ ഇതിൽ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. സ്റ്റാർ മാജിക് എന്നൊരു ഷോ ചെയ്യുന്ന സമയത്ത് അനുമോൾ കേരളത്തിന് മാത്രമല്ല പുറത്തും വിദേശത്തും ഒരുപാട് ഫാൻ ഫോളോയിങ് ഉണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഇനോഗ്രേഷൻസ് അടക്കം അറ്റൻഡ് ചെയ്ത ഒരാളാണ്. ഇപ്പം സുരഭിയും സുഹാസിനി എന്നുള്ള ഷോ ദാറ്റ് ഹിറ്റ് കോമിക്സ് TV-യിൽ ജീവൻ്റെ കൂടെ ചെയ്തിരുന്ന ആ ഒരു വെബ് സീരീസ് ദാറ്റ് ഹിറ്റ്. സ്റ്റാർ മാജിക് എനിക്ക് ഏറ്റവും കൂടുതൽ എൻ്റർടൈൻ ചെയ്യിച്ചിരിക്കുന്നതും എത്രയധികം ആരാധകരുണ്ടായിട്ടുള്ളതും ഒരു പക്ഷേ ലക്ഷ്മിയെ പോലെ തന്നെ എന്താ പറയുക അനുമോൾക്കും തന്നെയാണ്. ബിഗ് ബോസിൽ പോകുന്നതിന് മുൻപ് തന്നെ അനുമോൾക്ക് ഹ്യൂജ് ഫാൻ ഫോളോയിങ് കേരളത്തിലുടനീളം പുറത്ത് മലയാളികൾ എവിടെയുണ്ടോ അവിടെ എല്ലാം ഉണ്ട്. അനുമോൾ ആസ് ആൻ എന്റർടൈനർ പ്രൂവ് ചെയ്ത ഒരാളാണ്. കേരള സംസ്ഥാന അവാർഡ് മികച്ച നടിക്കുള്ള അവാർഡ് നേടിയൊരു വ്യക്തിയാണ്. സിനിമയിൽ സ്ഥാനം ഉറപ്പിച്ചിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവാണ്. യൂട്യൂബ് ചാനലുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ 1 million+ ഫോളോവേഴ്സ് ഉണ്ട്. ഫേസ്ബുക്കിൽ ഫോളോവേഴ്സ് ഉണ്ട്. ഫാൻ പേജസ് ഉണ്ട്. ഇത്രയധികം ആരാധക വ്യക്തിയാണ് അനുമോൾ. ആൻഡ് ദാറ്റ്സ് വൈ ഷീ ഈസ് ദേർ ഇൻ ബിഗ് ബോസ്. പക്ഷപ്പോൾ ബിഗ് ബോസിൽ ഒരു കണ്ടസ്റ്റൻ്റ് ആയിട്ട് അനുമോളിൽ വരാൻ നിസ്സംശയം വരാനുള്ള ഒരു വലിയ കാരണം ഇത്രയധികം ആരാധകരുള്ള ഒരു വ്യക്തിയാണ്, ആർട്ടിസ്റ്റാണ്, ഒരു എന്റർടൈനറാണ്. പിന്നെ ഒരു ചോദ്യം ചോദിച്ചോട്ടെ, നമ്മുടെ ഇപ്പോൾ ഒരു സ്ട്രാറ്റജി നടക്കുന്നുണ്ട് അതിനെ കുറിച്ചിട്ട് എന്താ പറയാനുള്ളത്? അപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഏഷ്യനെറ്റ് വരെ ഭയങ്കരമായിട്ട് പുഷ് ചെയ്ത് വിടുന്നതാണ്. എന്താ തോന്നുന്നത്? എന്താ തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അനുമോളുടെ ഒരു റിപ്ലൈ കേട്ടിരുന്നില്ലേ അത് പെട്ടെന്ന് അങ്ങനെ ഒരു തീരുമാനം പറയേണ്ട ഒരു കാര്യമാണ്. എല്ലാവർക്കും ഇങ്ങനെ ഒരു ഷോയിലൂടെ പെട്ടെന്ന് ഇപ്പോൾ ഫോഴ്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ വിഷൻ നമുക്ക് പലപ്പോഴും നമ്മുടെ കുടുംബത്തെ നമ്മൾ മുന്നിൽ നിർത്തേണ്ടി വരും. നമുക്ക് ലൈഫിൽ ഒത്തിരി വേറെ ഗോൾസ് ഉണ്ടായിരിക്കുമല്ലോ. ഓഫ്കോഴ്സ് ഞങ്ങളെല്ലാവരും പേഴ്സണലി ആഗ്രഹിക്കുന്നത് അനുഭവം നല്ലൊരു വ്യക്തിയെ കല്യാണം കഴിച്ച് വളരെ സുഖമായിട്ട് ജീവിക്കണം എന്നാണ് നമ്മുടെ എല്ലാവരും മനസ്സിലാക്കുന്നത്. ഒരുപാട് അപ്സ് ആൻഡ് ഡൗൺസിലൂടെ കടന്നു വന്നൊരു വ്യക്തിയാണ്. അപ്പോൾ ഇതുപോലൊരു തീരുമാനം ആലോചിച്ച് തീരുമാനിച്ചെടുക്കണം. അനുമോൾ വളരെ ഫാമിലി ഓറിയന്റഡ് ആണ്. ജീവിതത്തിൽ അതെ, പാരന്റ്സും വീട്ടുകാരും ഒക്കെ ആയിട്ടൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് എന്തായാലും വിവാഹം എന്നൊക്കെ പറയുന്നത് ജീവിതകാലം മുഴുവൻ ഒരുമിച്ച് സന്തോഷത്തോടെ രണ്ട് വ്യക്തികൾ ജീവിക്കേണ്ട കാര്യങ്ങൾ എടുക്കാൻ പറ്റുന്ന ഒരു തീരുമാനമൊന്നുമല്ല. അതിനൊക്കെ അനുമോൾക്ക് അതിനൊക്കെയുള്ള നല്ലൊരു എന്താ പറയാ വിൽ പവറും മെച്യൂരിറ്റിയും ഒക്കെ ഉണ്ട്. അനീഷ് ബ്രോഡ് മുഹമ്മദ് ബ്ലഷ് ചെയ്യുന്നതൊക്കെ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരു പേഴ്സണായിട്ട് എനിക്ക് തോന്നി. എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് തോന്നിയിരിക്കുന്നത്. അതായത് ലൈഫിലേക്ക് ഇനി അങ്ങോട്ട് ജീവിതകാലം മുഴുവൻ അനുമോട് കൂടെ വേണം എന്നുള്ളൊരു സംഭവം നമുക്ക് ഫീൽ ചെയ്തു. അല്ല, ഞാൻ പറഞ്ഞത് അനീഷിന്റെ സൈഡിൽ നിന്നുള്ളൊരു അങ്ങനെ ഒരു ഫീൽ ഉണ്ടായി. അനുമോളുടെ സൈഡിൽ നിന്ന് പറഞ്ഞു, രണ്ട് സൈഡിൽ നിന്ന് കേട്ടിരുന്നു. അപ്പോൾ എന്തായാലും നമ്മുടെ ഇഷ്ടപ്രകാരം തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും അനുമോളെ സപ്പോർട്ട് ചെയ്യണം. ഫൈനൽ 5 ആൻഡ് ബിഗ് ബോസ് ഹൗസ് വിന്നർ ആകാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം. ഐ ഹോൾ ഹാർട്ടഡ്ലി സപ്പോർട്ട് അനുമോൾ.